ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിഷ റെസിപ്പീസ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് പാവയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് അരിയുന്നത് നമുക്ക് ആദ്യമേ നോക്കാം. ഇതിങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് ഒന്നും കൂടെ കട്ട് ചെയ്യുക. അതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ നെടുകെ കട്ട് ചെയ്യാം. അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഞാൻ 2 പാവയ്ക്ക, ഇടത്തരം വലിപ്പമുള്ള 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അത് എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാം. മുളക് ഇതുപോലെ 2ആയിട്ട് കീറി ഇടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 കപ്പ് വെള്ളം, അതായത് ഇത് വേകാൻ ആവശ്യമായി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനാവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ നല്ല ഫ്ലെയിമിലിട്ട് ആവി വന്നതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇത് ഒരുപാട് വെന്ത് നമുക്കിത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ പിന്നെ ഇത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ് നന്നായിട്ട്. അപ്പം ഒരു 1/4 വേവ് നമ്മൾ വേവിച്ചെടുത്താൽ മതി. നമ്മളത് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു സോഫ്റ്റ് ആകുന്നുണ്ട്. അത്രയും നമ്മളത് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് പോയാൽ കുഴഞ്ഞു പോകും. അങ്ങനെ വേവിച്ചെടുത്താണ് ഇത് ഇതുപോലെ ഈ പരുവത്തിൽ വേവിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കി അതിലൊരു ഫ്രൈങ് പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാവയ്ക്ക സാധാരണ രീതിയിൽ എല്ലാവർക്കും പൊതുവെ മടിയുള്ള ഒരു പച്ചക്കറിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാവയ്ക്ക വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പൊന്നും നമുക്ക് അറിയത്തേ ഇല്ല. അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും ഇങ്ങനെ മെഴുക്കുവരട്ടിയായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ. നമുക്കിതിൻ്റെ പാകം എന്ന് പറയുന്നത് ഏകദേശം ആയിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ്. ചിലർക്കത് ഒരു ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇഷ്ടമാകും. അല്ലാത്തവർക്ക് കുറച്ചും കൂടി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈയിലാക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ എണ്ണയുടെ ആ ചൂടി കിടന്ന് തന്നെ ഇതങ്ങ് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മളിത് കണ്ടമാനം ഫ്രൈ ആയിപ്പോവും. മിഷൻ മംഗൾയാൻ എന്ന് പറയുന്ന ബോളിവുഡ് ഫിലിമിലെ ഒരു സീൻ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അതിലെ ആക്ട്രസ്സായ വിദ്യാ ബാലൻ്റെ ഒരു സംഭാഷണം, ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്, അത് സ്റ്റൗ ഓഫായാലും ആ തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്ന് 2-3 പൂരി വരെ നമുക്ക് ആ ചൂടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സംഗതി നമ്മുടെ ആ പാകത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ ആ കിടക്കുന്ന ആ എണ്ണയുടെ ചൂടിൽ അത് പിന്നെയും ഫ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വാങ്ങിയെടുക്കണം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യുക. പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ നന്ദി.